ഇന്നൊരു കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പിയും അതിൻ്റെ കൂടെ ഒരു എള്ള് ചമ്മന്തിയും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കർക്കിടകക്കഞ്ഞി ഞാൻ ഒരുപാട് ലൂസാക്കിയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ എള്ള് ചമ്മന്തി നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ കഞ്ഞിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 2 സ്പൂൺ ഉലുവയാണ്. ഇത് കഴുകി ഞാൻ തലേദിവസം രാത്രിയിലൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇനി ഇതിന് വേണ്ടി അരി എടുക്കുന്നത് 1/2 കപ്പ് പൊടിയരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പൊടിയരിയൊക്കെ എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതാണല്ലോ. അതുകൂടെ ഒന്ന് കഴുകി മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു 5 കഷ്ണത്തോളം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു പാത്രത്തിലിട്ടിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചെറിയ കല്ലിലിട്ട് നന്നായിട്ട് അതൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ 1/2 സ്പൂൺ താഴെ മതി കേട്ടോ, ജീരകം കൂടെ ഞാൻ ഇതുപോലെ ചതച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകവും ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി കഞ്ഞിക്ക് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ 2 കപ്പ്, അതായത് ഈ ഒരു കപ്പിന് 2 കപ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുക്കുന്നുണ്ട്. ഈ കപ്പിന് തന്നെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ എടുത്തിട്ട് അതും കൂടെ ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ. ഇനി നമ്മൾക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവ ആദ്യം ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും ഉലുവ നമ്മൾ കഞ്ഞിക്ക് ചേർക്കുമ്പോൾ കുതിർത്ത് ചേർക്കണം, ഇല്ലെങ്കിൽ വളരെ കയ്പ്പായി പോകും കഞ്ഞിക്ക്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരി ഒന്ന് കഴുകി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ജീരകവും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലൂസ് 2 പാലുണ്ടല്ലോ, 2 കപ്പ് പാലുണ്ടല്ലോ, ആ പാല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഞ്ഞിക്ക് വേണമെങ്കിൽ പിന്നെ ആണെങ്കിലും ഉപ്പ് ചേർക്കാം, അതുകൊണ്ടെന്നാലും ഞാൻ ഒരു നുള്ളുപ്പ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലും താഴെയുള്ള പുളിയാണ്, പിഴിപുളി ഞാൻ എടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എപ്പോഴും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതും 1 സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഒരു 2 കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ ഞാൻ ചെറുതായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ 2 മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വറ്റൽ മുളക്. അത് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് പിരിയൻ മുളകാണെങ്കിലും ഇതിനൊരല്പം എരിവൊക്കെ ഉള്ള മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വാട്ടി എടുക്കണം നമുക്ക്. കൂടെ ഒരു 2-3 കഷ്ണം, അതായത് പീസ് കറിവേപ്പില കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് അതായത് ഒരു 1.5 സ്പൂൺ അളവിലുള്ള എള്ളാണ്, ഇത് ഞാൻ കഴുകി വെച്ചിരുന്ന എള്ളാണ്, അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ. അപ്പോൾ ആ എള്ളൊന്ന് നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. ആ സമയമാകുമ്പം വേണം നമ്മൾ തേങ്ങ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തേങ്ങ. ഒരുപാട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കി ഒന്നും എടുക്കണ്ട. അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പുളി ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി, അത് നമുക്കിതിനകത്തേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കണം. പുളി എന്ന് പറയുന്നത് വെള്ളമാണ്, പുളി വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ദേ നോക്കൂ, ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഞാൻ ഈ കുക്കർ അടച്ച് വെച്ച് നമ്മുടെ കഞ്ഞി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നോക്കൂ, കറക്റ്റ്
പരുവത്തിൽ നമ്മുടെ പാലൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് അബ്സോർബായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് ലൂസാക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ലൂസാക്കി കഞ്ഞി വെക്കുന്നില്ല എന്ന് വെച്ചത്. ഇനി നമ്മൾ ഇതിലേക്ക് തീ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധിക നേരം ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലൊരു പാത്രത്തിൽ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യേ ഉള്ളൂ കേട്ടോ. ആ നെയ്യ് ഒഴിച്ച് അപ്പം നെയ്യിൽ തന്നെ ഉള്ളി നമ്മളൊന്ന് വാട്ടി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി തന്നെ നമ്മൾ വാട്ടി ഇതിലേക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ ഇത്. നല്ല സൂപ്പറാണ്. അതായത് തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ദേ നോക്കൂ, ഞാൻ എള്ളും തേങ്ങയൊക്കെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് ഇത് രണ്ടും. അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസക്കാലത്ത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളിയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.